മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് 23 കോടിയിലേറെയാണ് കുടിശ്ശിക. ഈ സഹായമൊക്കെ നിലച്ചതോടെ വിദ്യാർത്ഥികളുടെ കാര്യമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അവരുടെ പഠനം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ക്ഷേമനിധിയിൽ അംഗത്വമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഫിഷർമാൻ്റെ സ്കോളർഷിപ്പ് അത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് കിട്ടിയിട്ട് 2 വർഷമായി. ഏകദേശം മലപ്പുറം ജില്ലയിൽ തന്നെ 22,000 കുട്ടികൾക്ക് 2 വർഷത്തെ ഈ സ്കോളർഷിപ്പ് മുടങ്ങിക്കിടക്കുകയാണ്. 1,60,72,000 രൂപയോളം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഇനത്തിൽ ലഭിക്കാനുണ്ട്. സംസ്ഥാനത്താകെ 23 കോടിയോളം മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഈ പൈസ മുടങ്ങിക്കിടക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനുവേണ്ടി യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല. 22,000 വിദ്യാർത്ഥികളാണ് ഇത് ലഭിക്കാനും വേണ്ടി കാത്തു നിൽക്കുന്നത്. ഈ ഫണ്ടുകളൊക്കെ ആശ്രയിച്ചിട്ട് പല ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആകെ പ്രയാസത്തിലാണുള്ളത്. അടുത്ത പരീക്ഷ വരുമ്പോഴെങ്കിലും ഈ കൊടുക്കാനുള്ള കുടിശ്ശികയും വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഫണ്ടും സർക്കാർ നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. ജിൽസി 3 വർഷമായി ഇത് കുടിശ്ശികയാണ്. 22,000 കുട്ടികളാണ് പറ്റി പറയുകയാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ടൊരു നിശ്ചിത വരുമാനം എല്ലാ സമയത്തും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ അവരുടെ കുട്ടികളുടെ പഠനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. ഈ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. യൂനുസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നത്. യെസ് യൂനുസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം അത് വളരെ പെട്ടെന്ന് ഒരു നടപടികളിലേക്ക് കടക്കേണ്ടതാണ്. ഞാൻ നേരത്തെ സേഫിനോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലത്തും വർഷത്തിൽ എല്ലാ തവണയും ഒരു നിശ്ചിത വരുമാനം ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇത്തരം തന്നെ സ്കോളർഷിപ്പുകളിലൊക്കെ ഒരു സഹായത്തോടു കൂടിയാണ് കുട്ടികളടക്കം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 3 വർഷമായി മുടങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് സർക്കാർ വലിയൊരു തുക കൊടുത്തു തീർക്കാനുമുണ്ട്. അപ്പോൾ വലിയൊരു പ്രതിസന്ധി തന്നെ അവർ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് സർക്കാരിന് സമക്ഷം എത്തിക്കാൻ ഈ തൊഴിലാളി സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ യൂനുസ്? സേഫു, ജിൽസി, ഗുഡ് മോർണിംഗ്. ഏതായാലും ജിൽസി പറഞ്ഞതുപോലെ വലിയൊരു പ്രതിസന്ധിയാണ് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളായ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 23.24 കോടിയുടെ കുടിശ്ശികയാണ് ഈ ഇനത്തിലുള്ളത്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു സ്കോളർഷിപ്പ് മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമാണ്. സ്കൂൾ തലം മുതൽ ഡിഗ്രി തലം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വലിയൊരു തുക ഈ വർഷത്തിൽ ലഭിക്കുന്നത് അവർക്ക് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശങ്ക, ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 23 കോടിയിലധികം രൂപ കുടിശ്ശികയുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത്. 3,70,00,000 രൂപയാണ് കുടിശ്ശികയുള്ളത്. പിന്നീട് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ 3,20,00,000 രൂപ കുടിശ്ശികയുണ്ട്. പിന്നീട് തിരുവനന്തപുരവും കണ്ണൂരുമാണ്. മലപ്പുറത്ത് 1,60,00,000 രൂപയുടെ കുടിശ്ശികയാണ് നിലവിലുള്ളത്. ഏതായാലും ഇപ്പോഴും വലിയ പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത്. അവർ പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു തുക ലഭിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസ് അടക്കം അടക്കുന്നത് ഈ ഒരു തുക ലഭിച്ചത് കൊണ്ടാണ്. ആ ഒരു തുക ലഭിക്കാത്തതിനെ തുടർന്ന് ഫീസ് അടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ പഠനം വലിയ പ്രതിസന്ധിയിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ കോളേജുകളിൽ നിന്ന് ഈ ഒരു തുക അടുക്കാത്തതുകൊണ്ട്, ഫീസ് അടക്കാത്തതുകൊണ്ട് മാർക്ക് ലിസ്റ്റ് അടക്കം പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പരാതി പറയുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇതിന് പരിഹാരം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളായ രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പം മത്സ്യത്തൊഴിലാളികളായ സംഘടനകൾ പറയുന്നത് ഇനിയും ഇത് വൈകിയാൽ വലിയൊരു പ്രതിഷേധമായി മുന്നോട്ട് പോകും. കാരണം മത്സ്യത്തൊഴിലാളികളായ വിദ്യാർത്ഥികൾ അവർ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവരെ സഹായിക്കുന്ന സർക്കാർ എല്ലാ വർഷവും ഒരു തുക, ഒരു ഫണ്ടായിട്ട് അവർക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷമായി ആ തുക മുടങ്ങിക്കിടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും അത് വൈകിയാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, കാരണം അവർ ആരോപിക്കുന്നത് പ്രധാനപ്പെട്ട മറ്റുള്ള എല്ലാ കാര്യത്തിനും ഫണ്ട് അനുവദിക്കുന്നു, മറ്റുള്ള എല്ലാ കാര്യം ദൂർത്തായി നടത്തുന്നു. പക്ഷേ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുള്ള ഫണ്ട് 23 കോടി രൂപ കഴിഞ്ഞ 3 വർഷങ്ങളിലായി കുടിശ്ശികയായി നിൽക്കുന്നു. ഇതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരും സർക്കാർ എന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കുന്നത്. സൈഫുദ്ദീൻ. യെസ് യൂനുസ്, അങ്ങനെയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തായാലും വളരെ പെട്ടെന്ന് ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചല്ലോ, മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ എന്താ, കേരളത്തിന്റെ സേനയാണ് മത്സ്യത്തൊഴിലാളികൾ. സേന എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല,
അവരുടെ കാര്യങ്ങൾ കൃത്യമായി പരിഗണിക്കുന്നുണ്ടോ, അവരുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടലുണ്ടോ എന്നതാണ് ചോദ്യം. ഇതിപ്പോ 3 വർഷമായിട്ട് ഈ കുടിശ്ശിക മുടങ്ങിയത് എന്തേ സർക്കാർ അറിഞ്ഞില്ലേ? അതാണ് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും അതും പ്രതിസന്ധി കാലത്ത്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന അതിന് അപേക്ഷ നൽകുമൊന്നും വേണ്ടി വന്നില്ല. അത് സർക്കാർ സ്വയമേവ അങ്ങ് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇവിടെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ച് കാത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും 22,000 കുട്ടികൾ കാത്തിരിക്കുകയാണ്. ഇത്രയും വലിയൊരു എമൗണ്ട് കുടിശ്ശികയായി കിടക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സത്വര നടപടി, ഇടപെടലുകൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.